എന്നുവെച്ചാ നാളെ എൻ്റെ ഒരു ഫോറിൻ ക്ലയന്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് വരാൻ പറ്റില്ല. എനിക്കറിയായിരുന്നു അവസാന നിമിഷം നിങ്ങൾ എന്തായാലും വാക്ക് മാറുമെന്ന്. പ്രൈം മിനിസ്റ്റർ പോലും നമുക്ക് കിട്ടും, പക്ഷെ നിങ്ങളുടെ അച്ഛനെ മാത്രം കിട്ടില്ല. ചേച്ചി എന്തോ ടെൻഷനിലാന്ന് തോന്നുന്നു. അതെ ചേച്ചി, എനിക്കും അങ്ങനെയാ തോന്നുന്നേ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മുടിയുടെ ചെട കളയുന്നതിന് ടെൻഷൻ ഒന്നുമില്ല. പിന്നെന്താ, നിന്നെ പോലെ ഇങ്ങനെ പ്രേതത്തിനെ പോലെ ഇരിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഏയ്, തോടാതെ സംസാരിക്കാൻ നിനക്ക് അറിയില്ലേ? ഇവളെ ഞാൻ എന്താ അതിഥി, എന്താ ഉണ്ടായേ? നോക്ക് ചേച്ചി, ഇവിടെ കൈ വെറുതെ ഇരിക്കില്ല, എപ്പോഴും എന്നെ അടിക്കും. ഇനി ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഡ്രാമ ക്യൂൻ. ഓ, നീ വല്ല ലേഡി ബോണ്ടാണല്ലോ. വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പേടിക്കണോ? ഞാൻ ആരാണെന്നറിയോ? റൗഡി ബേബിയാ. ആണോ? എന്താ ഞാനാണോ നീയാണോ നോക്കാം. ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നേ? സോറി മോളെ, ഞാൻ ദേഷ്യപ്പെട്ടതിന്. ഇന്ന് ഞാൻ വിക്കിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എനിക്കെല്ലാം അറിയാം ചേച്ചി. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തില് ടെൻഷൻ ആവണ്ട. നാളെ നമ്മളെല്ലാരും കൂടി അമ്പലത്തിൽ പോകുന്ന എന്തിനാന്നറിയോ? നാഗപഞ്ചമിയുടെ പൂജയ്ക്ക് വേണ്ടി. അയ്യോ, അതുകൊണ്ടാ നിന്നെ പുസ്തക പുഴുന്ന് വിളിക്കുന്ന. നോക്കേച്ചി എന്നെ അടിക്കുന്നത്. എടി അതിഥി, ചുമ്മാതിരിക്കെ. അഞ്ചുമോളെ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ അത് കൂടാതെ വേറൊരു പ്രോഗ്രാം കൂടിയുണ്ട്. നാളെ അവിടെ വിക്കി ചേട്ടന്റെ വീട്ടുകാരും വരും. അപ്പൊ രണ്ട് ഫാമിലിയും കണ്ടുമുട്ടിയ ഇവരുടെ കല്യാണ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാലോ. ഞാൻ ആരാ മോൾ? എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? വാട്ട് ആൻ ഐഡിയ സർജി. നീ എത്ര നല്ല കാര്യം ചെയ്യുന്നമ്മു. എന്റെ പ്രോബ്ലം എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നീ എനിക്കത് സോൾവ് ചെയ്ത് തരും. ഞാൻ പണ്ടേ അങ്ങനെയല്ലേ, പിന്നെയാണോ ഇപ്പോ? ചേട്ടാ, പോയിട്ട് വരാം. ലേറ്റ് ആയോ മോളെ? ഇല്ല ചേട്ടാ, അമ്പലം വീടിന്റെ അടുത്ത് തന്നെയാ. അവിടെ നിന്ന് ഞങ്ങള് വരാം. അമൂല്യ ചെയ്ത പ്ലാൻ വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ എന്തായാലും നേരത്തെ വരണം. അമൂല്യ ഉണ്ടാക്കിയ പ്ലാനോ? ഹാ, എന്താ ചേട്ടന് അറിയില്ലേ? നമ്മുടെ രണ്ട് വീട്ടുകാരെ നിശ്ചയത്തെ പറ്റി സംസാരിക്കാത്തോണ്ട് അമൂല്യ തന്നെ ഇത് പ്ലാൻ ചെയ്തത്. രണ്ട് ഫാമിലിയും നേരിട്ട് കാണുമ്പോ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചേ പറ്റൂ. അതുകൊണ്ടാ. ശരി ശരി, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, ലേറ്റ് ആവണ്ട കേട്ടോ. ബൈ. ബൈ. പഠിച്ച കള്ളി തന്നെ. ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കി വന്നോളാം. ഞാൻ കാണിച്ചു തരാടി. ആദ്യ ഓർഗാനിക് കമ്പനി അഡ്മിൻ ഹിയർ. അതേ കമ്പനിയിലെ സിഇഒ വേദാന്ത സംസാരിക്കുന്നത്. ഓ, നിങ്ങളാണോ? സോറി ബോസ്, എനിക്ക് മനസ്സിലായില്ല. എത്ര ലേറ്റ് ആയാലും പ്രൊഫഷണൽ ആയിട്ട് വേണല്ലോ സംസാരിക്കാൻ. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. നിന്റെ പ്രൊഫഷണലിസത്തെ പറ്റി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട. നിന്റെ ഡ്രാമ മതിയാക്ക്. ഇവനെന്താ ഡ്രാമ എന്നൊക്കെ പറയുന്നേ? എന്താ ബോസ്? നീ രണ്ട് ഫാമിലിയെ മീറ്റ് ചെയ്യിപ്പിക്കാൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. നീ ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങി തിരിച്ച് എല്ലാവരും തമ്മിൽ അടുപ്പിക്കാനാണോ പ്ലാൻ? എന്താ ബോസ്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് മാത്രം അങ്ങ് ചിന്തിക്കുന്നേ? വിക്കി ചേട്ടന്റെ ചേച്ചിയുടെ കല്യാണം മുന്നോട്ട് പോകണമെന്ന് ഒരു വിചാരവും ഇല്ലേ? അതിനു വേണ്ടി ഈ പ്ലാനൊക്കെ. അത് നീ എന്റെ അടുത്തല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്? എന്റെ തലവിധി ശരിയല്ല, അതുകൊണ്ടാ പറയാത്തെ. വാട്ട്?
നീ എന്താ ഇപ്പൊ പറഞ്ഞേ? അതെ ബോസ്, നിങ്ങളോട് തന്നെ പറയണേ. അങ്ങനെയുള്ളപ്പോ നീ നാളെ ലീവാന്നുള്ള കാര്യം എന്നെ അറിയിച്ചോ? അത് അത് ഇല്ല ബോസ്. ഒഴി മടിച്ച് പെരും കള്ളി ധിക്കാരി. ഉത്തരവാദിത്വം ഇല്ലാത്ത നിന്നെ പോലെ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നാളെ ആദ്യം ലീവിന് അപ്ലൈ ചെയ്യേ. ഇങ്ങനെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ലീവ് തരാൻ എനിക്ക് പറ്റില്ല. ഇത് റോഡ് സൈഡിലെ സത്രമൊന്നുമല്ല, മനസ്സിൽ വെച്ചോ. നിന്നെ പോലൊരു ബോസ് ഉണ്ടെങ്കിൽ നിന്റെ സോ കോൾഡ് റെപ്യൂട്ടഡ് കമ്പനി റോഡ് സൈഡിലെ കട പോലെ ആയിപ്പോ. നീ അപ്പുറത്തുണ്ടോ അതോ ചത്തുപോയോ? പറഞ്ഞത് കേട്ടോ നീ? അയ്യോ ഇല്ല ബോസ്, അല്ല കേട്ടു ബോസ്. ആക്ച്വലി ഞാൻ എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ലീവ് എടുക്കാതിരിക്കുക, അതുകൊണ്ടാ ഞാൻ. ആവശ്യമുള്ള കാരണങ്ങൾക്ക് ലീവ് കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചുമ്മാ നിന്റെ തോന്നിവാസത്തിന് കറങ്ങാൻ ഞാൻ ലീവ് ഒന്നും തരില്ല, അത്ര തന്നെ. എന്താ ബോസ് ഇത്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നിന്നോട് സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാ നീ. ആദ്യം നീ ലീവിന് അപ്ലൈ ചെയ്യേ. അപ്രൂവൽ കിട്ടിയ ശേഷം കറങ്ങാൻ പൊക്കോ. ഇനി മേലെ ഈ തോന്നിവാസം ആവർത്തിക്കരുത്. അമ്പലത്തിൽ പോയി എല്ലാരെയും മീറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ ബോസ്? നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് കരുതി എല്ലാരും അങ്ങനെ വിചാരിക്കരുത്. ഈ കുട്ടിക്കളിക്കൊന്നും ഞാൻ അമ്പലത്തിലേക്ക് വരില്ല. ഹലോ ബോസ്, ഹലോ. ഈ റൗഡി ബേബി സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ കോള് കട്ട് ചെയ്യാൻ പാകത്തിന് ധൈര്യോ? അഹങ്കാരി. ഇവൻ അമ്പലത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാ എനിക്കെന്താ കുഴപ്പം? വരുന്നില്ലെങ്കിൽ വേണ്ട, വീട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ. ആർക്കാ ഇപ്പൊ നിർബന്ധം? അഹങ്കാരി. ആദ്യ, സിദ്ധാർത്ഥ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വരൂ. അമ്മ ഇന്ന് നാഗപഞ്ചമി അല്ലേ, എല്ലാവരോടും അമ്പലത്തിൽ പോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ ദൈവമേ, ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. അച്ഛാ, ഞങ്ങള് മാത്രമല്ല, ഇവളുടെ വീട്ടുകാരും ചെറിയമ്മയുടെ വീട്ടുകാരും എല്ലാരും വരുന്നുണ്ട്. നാഗപഞ്ചമിക്ക് എല്ലാരും ഒരുമിച്ചാണല്ലോ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതെന്താ കാരണം? നാഗപഞ്ചമി ആയതുകൊണ്ട് അച്ഛാ, വേറെ ഒന്നുമില്ല. നിങ്ങൾ വരുന്നില്ലേ? എങ്ങനെയാ വരുന്നേ? അമ്പലത്തിലെ പൂജയ്ക്ക് ഉപവാസം ചെയ്തു പോകുന്നതല്ലേ ശരി? ഇപ്പൊ തന്നെ അച്ഛന്റെയും സാരിയുടെയും പാതി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ പൂജ ചെയ്യാം, നിങ്ങൾ പോയിട്ട് വരൂ. ശരി അമ്മേ. കാപ്പി? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് വിശേഷ ദിവസം പൂജ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവൂന്ന്. ഇപ്പൊ വേണ്ട. ശരി, പോയിട്ട് വാ. എന്റെ ഏട്ടത്തി, നിങ്ങൾ എന്തായാലും സുഹാസിനി അമ്മയുടെ മോളല്ലേ? രക്തത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഒളിച്ചു വെച്ചതല്ലേ? എന്തോ വലുതായി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നശിപ്പിക്കുന്നു വിചാരിച്ചല്ലേ ഒന്നും മിണ്ടാതെ പോയത്. അതെന്ത് പ്ലാൻ തന്നെയാണെങ്കിലും ഞാനിത് നശിപ്പിച്ചിരിക്കും. ഇതാ മോനെ. ഞാൻ കൊടുക്കുമായിരുന്നില്ല പ്രവീൺ. അത് കൈവച്ചോ, അവിടെ ദക്ഷിണയ്ക്ക് കൊടുക്കാൻ വേണ്ടി വരുമല്ലോ. എന്താ ഇത്? കീറിയ നോട്ടാണോ തരുന്നത്? ഇതെടുക്കില്ല, വേറെ നോട്ട് താ. ഇത് കുറച്ചല്ലേ കീറിയിട്ടുള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മോനെ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വേറെ പാസഞ്ചേഴ്സ് വരുമ്പോ ഇത് അവരും എടുക്കില്ല. ഇത് എടുക്കില്ല എന്ന് പറഞ്ഞാൽ എടുക്കില്ല. നിങ്ങൾ വേറെ നോട്ട് തരും. എന്താ നടക്കാത്തെ? വേണമെങ്കിൽ ഓടും. എന്താടോ ഞങ്ങളെല്ലാരും ചെവിയിലും പൂ വെച്ചാ നടക്കുന്നതെന്നാണോ തന്റെ വിചാരം? നോക്ക്, 2 ഗേറ്റും കിട്ടിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഫോട്ടോയും ക്ലിയർ ആയിട്ടുണ്ട്. 100 എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ കിട്ടിയിട്ടുണ്ട്. കളറും ഒട്ടും പോയിട്ടില്ല. ലൈറ്റ് ആയിട്ട് നടുക്കൊന്ന് കീറിയിട്ടുണ്ട്. അതിനിപ്പോ നടക്കില്ലെന്ന് എന്തിനാ പറയുന്നേ? ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ നോട്ട് പ്രിന്റ് ചെയ്യാൻ ഞങ്ങൾ എന്താ ബാങ്കുകാരാണോ? രാവിലെ ഞാൻ ആരെയാണോ കണി കണ്ടത്? ഇങ്ങനെയുള്ളവരടുത്ത് പെട്ടുപോയല്ലോ. ഞാൻ ദൈവത്തിന്റെ ഫോട്ടോ നോക്കി എഴുന്നേറ്റെ, അതുകൊണ്ടാ. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ അടുത്തുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് ഇത് വലിയ പ്രശ്നമാക്കി ഞാൻ എല്ലാരും അറിയിച്ചേനെ. അറിയാമോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇത് പിടിക്ക്. ഇതെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, വേറെ നോട്ട് താ.
ദാ, വാങ്ങിച്ചു. 2000 രൂപയ്ക്ക് ചേഞ്ച് ഇല്ല മാഡം. നിന്നോടാരാ ചേഞ്ച് വെച്ചത്? നീ ഇത് വെച്ചോ. ഞങ്ങള് ചില്ലറ ആൾക്കാരൊന്നും അല്ല. അവര് കാശില്ലാന്നൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? നീ ഇത് വാങ്ങിച്ചോ. എല്ലാരെ കൊണ്ടും ഇങ്ങനെ തരാൻ പറ്റില്ല. കീറിയ നോട്ട് തന്നൂന്ന് വെച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ നാണം കെടുത്തണം. അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ കൈ നിറയെ കാശും എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അത്രയും കാശൊന്നും താങ്ങില്ല. അതുകൊണ്ട് അതങ്ങ് വിട്ടേക്ക്. ഒരുപാട് നന്ദിയുണ്ട് മാഡം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ആരും ചെയ്യില്ല. അല്ല, 100 രൂപയ്ക്ക് ഇതിന് അത്രയും കാശ് കൊടുത്തേ? ഞാൻ കൊടുക്കായിരുന്നല്ലോ. ഏയ്, അതൊന്നും സാരമില്ല. ആ ഒരു നോട്ട് പോയെന്ന് കരുതി എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. കാശിന്റെ വലിപ്പം നോക്കി നിന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ പറ്റില്ലല്ലോ. ആ ഓട്ടോക്കാരൻ തന്നെ പോയല്ലോ. ഇനി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ കോയിൻസിഡൻസ് നോക്കണേ. ഇതുപോലുള്ളൊരു ദിവസം നമ്മൾ 2 കുടുംബവും അമ്പലത്തിൽ മീറ്റ് ചെയ്യുന്ന പോലെ ആയില്ലേ? എല്ലാം നല്ല ലക്ഷണം പോലെ തോന്നുന്നുണ്ട്. എല്ലാം നല്ലതിനാ. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ മക്കളുടെ നിശ്ചയത്തെ കുറിച്ച് അകത്തേക്ക് പോകാമല്ലോ. ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ വരുന്നുണ്ടെന്നറിഞ്ഞിന്ന് വിശേഷ പൂജകൾ നടത്തുന്നുണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രൊഡക്ഷൻ തന്നെ വഴക്ക് സീനിലേക്ക് വരുമെന്നായിരുന്നു എന്റെ വലിയ പേടി. ട്രെയിലർ തന്നെ ഇങ്ങനെയായിപ്പോയി. ഇനി സിനിമ എങ്ങനെയാവോ എന്തോ. എന്റെ ദൈവമേ, ഇന്റർവെല് കഴിഞ്ഞു വരുന്ന കാണാൻ പറ്റുന്ന സിനിമയായിരിക്കണേ. ആ പൂജാരി, നമസ്കാരം. നമ്മുടെ ആരതിയുടെ പേരിൽ ഒരു അർച്ചന. സുഹാസിനി ചേച്ചിയോ? വരൂ വരൂ. ഇന്നത്തെ വിശേഷ പൂജ നിങ്ങളുടെ ആണല്ലോ. ശ്രീധർ സാർ വന്നില്ല? ഇല്ല, ബിസിനസിന്റെ ആവശ്യവുമായിട്ട് പോയിരിക്കും. നിങ്ങളുടെ ഭർത്താവിന്റെ നാളും നക്ഷത്രവും എല്ലാം അറിയാം. അപ്പൊ അർച്ചന നടത്തിക്കോട്ടെ. ആയിക്കോട്ടെ. ഇവർക്കിത് അമ്പലാണെന്ന് അറിഞ്ഞൂടെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്? ഛേ, എന്തൊക്കെ കാണിക്കുന്നത്? ആദ്യ ഇന്നലെ നീ സംസാരിക്കുമ്പോ തന്നെ ഞാൻ എല്ലാം കേട്ടതാ. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റൂ? എന്റെ കുടുംബത്തിന് യോജിച്ചൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലല്ലോ. പക്ഷേ അതിനും ഒരു യോഗ്യത വേണം. ഇന്ന് അമ്മയ്ക്കും മകൾക്കും എന്റെ കാലിലെ നഖത്തിന്റെ വില പോലും ഇല്ലെന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് സുഹാസിനി എന്നല്ല. എന്റെ ദൈവമേ, ഇക്കിച്ചേട്ടന്റെ അമ്മയ്ക്ക് എത്രയും വേഗം നല്ല ബുദ്ധി വരുന്നത് പോലെ ഒന്ന് ചെയ്യണേ. കുറച്ചെങ്കിലും നല്ല ബുദ്ധി കൊടുക്കണേ. ഞാൻ ഇന്ന് എല്ലാരെയും മീറ്റ് ചെയ്യിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് തന്നെ തെറ്റായിപ്പോയി. അമ്മ ഇത്രയും നേരം നടന്ന അപമാനമൊക്കെ എങ്ങനെ സഹിക്കും? പക്ഷെ അത് കാരണം അച്ഛനൊരു വിഷമം ഉണ്ടായിന്നറിഞ്ഞാ അമ്മ വെറുതെ ഇരിക്കില്ല. ഇതിലൊരു പ്രശ്നം ഉണ്ടാവാതെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കണേ ദൈവമേ, കൂടെ ഉണ്ടാവണേ.
ചേട്ടാ ഇതെവിടെയാ? വേറെ അറിയുമേ എന്തു പറ്റിയടാ? നിനക്കെന്താ എത്ര ടെൻഷൻ? ഇവിടെ എല്ലാം പ്രശ്നമായിക്കൊണ്ടിരിക്കേട്ടാ. എനിക്ക് നല്ല ടെൻഷൻ വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് നേരെ ചോദി പറ. എന്റെ ചേട്ടാ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല. എന്തൊക്കെയോ പ്രശ്നമാകുമ്പോന്നുള്ള കാര്യം ഉറപ്പാ. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മദറിന്തിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ചേട്ടനോട് ഉണ്ടാവില്ലേ? ഒന്ന് വേഗം വാ ചേട്ടാ. ആ കഴുത പ്ലാൻ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടു നിൽക്കാനൊന്നും ഈ വേദാന്ത് മേനോന് നീ കിട്ടില്ല. നിന്റെ കല്യാണക്കാരി ഓക്കെ ആയില്ലേ? ഇനി മുതൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതെന്തൊരു കഷ്ടം ഇത്. ചേട്ടനോട് വേറെ ജോലി എന്താ? ഇതിന് വലിയ ഇമ്പോർട്ടന്റ് കാര്യം വേറെ എന്തോ ഉള്ളേ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു ക്ലയന്റിനോട് സംസാരിക്കാനുണ്ട്. എന്ത് പറയാനുണ്ടെങ്കിലും വേറെ ആരുടെങ്കിലും പോയി പറ. എനിക്കൊന്നും അറിയണ്ട. എന്ത് സംഭവിച്ചാലും ചേട്ടൻ വന്നേ പറ്റൂ. തിരുമേനി, എന്റെ മകൻ വിക്കി അറിയാമല്ലോ. ആ കുട്ടിയുടെ പേര് ആരതി എന്നാ. വിക്കി അവളെ കല്യാണം കഴിക്കാനിരിക്കെ. വാ മോളെ, പയ്യന്റെ അടുത്ത് വന്ന് നിൽക്കുക. വന്നോ. നാഗപഞ്ചമിയുടെ അന്ന് സാക്ഷാൽ ശിവനെയും പാർവതിയും കണ്ട പോലെ ഉണ്ട്. വളരെ നല്ല ജോഡിയാണ്. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നീ കേട്ടോ? എല്ലാം നന്നായി നടത്തണേ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ നിശ്ചയത്തിന്റെ ഒരു നല്ല ദിവസം കുറിച്ച് തരണം. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന്. അതെ സുഹാസിനി, ഒരു മിനിറ്റ്. നമ്മുടെ നാട്ടിലെ ആചാരപ്രകാരം പയ്യന്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നടക്കാതെ നിശ്ചയം നടക്കില്ല. എല്ലാം നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ടല്ലോ. പെൺകുട്ടി ഇത്രയധികം അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോ ആചാരത്തിന്റെ പൂജകളുടെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഞങ്ങള് പയ്യന്റെ വീട്ടുകാരാണ്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണ്ടേ? വീണ്ടും പഴയ ഫോമിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. ഇത് മാറുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഇല്ല. മദറിന്ത്യ, എന്റെ കല്യാണം ആചാരപ്രകാരം നടക്കണമെന്ന് എനിക്ക്. ഒരു കല്യാണം നടക്കുമ്പോ തന്നെ എന്തൊക്കെ പ്രോസസ്സാ ഉള്ളത്, അതെല്ലാം നടക്കുന്നതല്ലേ നല്ലത്. ബട്ട് വിക്കി, അയ്യോ അത് വിട്ടേക്കമ്മേ. ഒരു ദിവസത്തെ കാര്യമല്ലേ, അത് പ്രശ്നമല്ല. തിരുമേനി, എപ്പോഴാന്ന് വെച്ചൊരു സമയം നിങ്ങൾ തന്നെ കുറിച്ച് നിശ്ചയത്തിനുള്ളൊരു ദിവസം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് തരുമോ? ശരി മോനെ, മോൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. എന്റെ ഡൗട്ട് സത്യം തന്നെയായിരുന്നു. രണ്ട് വീട്ടുകാരെയും ചേർത്ത് കല്യാണത്തെ പറ്റി സംസാരിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം. അത് കൊള്ളാം. അവരുദ്ദേശിച്ചതൊക്കെ നടക്കാൻ ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ വന്നു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എല്ലാം കഷ്ടപ്പാടായിരിക്കും. അതെ, പെണ്ണ് കാണാൻ വരുന്ന ദിവസം
അവരുടെ വീട്ടിൽ നിന്ന് എത്ര പേര് വരുന്നെന്നൊന്ന് ചോദിച്ചറിഞ്ഞേക്ക്. ആരെങ്കിലൊക്കെ വരുമല്ലോ, അതിനകത്ത് ഇത്ര ചോദിക്കാനെന്തായിരിക്കുന്നേ? അയ്യോ അങ്ങനെയൊന്നും അല്ല. എത്ര ആൾക്കാർ വരുമെന്ന് അറിഞ്ഞാ പിന്നെ എനിക്കും ഏകദേശമൊക്കെ എല്ലാം തയ്യാറാക്കാൻ പറ്റും. വന്നതിന് ശേഷം എന്തെങ്കിലും കുറവ് വന്നാൽ അത് പ്രശ്നമാവില്ലേ? ശരി വാ. ആ സുഹാസിനി, പെണ്ണ് കാണാൻ വരുമ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. നോനോ, ഞങ്ങളുടേത് വലിയൊരു കുടുംബം. വിളിച്ചാൽ എല്ലാ ആൾക്കാരും വരും. അതൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി തീരും. അയ്യോ അങ്ങനെയൊന്നുമില്ല. എന്റെ ഭാര്യയുടെ പേര് അന്നപൂർണേശ്വരി എന്നല്ലേ, അതറിയാലോ. അതുകൊണ്ട് എത്ര പേര് വന്നാലും കുഴപ്പമില്ല. പക്ഷെ എണ്ണ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞാ മതി. ശരി, എന്നാ പിന്നെ ആലോചിച്ചിട്ട് പറയാം. അനീതി കൊച്ചേ, റൗഡി കൊച്ചിനടുത്ത് പറ ചേച്ചിയെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ. അമ്മേ, ചേച്ചിക്കൊന്ന് അമ്പലത്തിന് വലം വെക്കണമെന്ന്. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. ആ ശരി മോളെ, പോയിട്ട് വാ. ശാരിക എന്താ ഇവിടെ? ഒന്ന് നിന്നെ വിക്കി, എന്തിനാ എല്ലാവരും വിളിച്ചത്? എല്ലാരും ഇവിടെ ഇരുത്തിട്ട് ഭജന ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ഭജന? പിന്നല്ലാതെ എന്താ, എല്ലാവരും അറിയാതിരുന്ന സമയത്ത് എത്ര നന്നായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒളിച്ചെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനാണോ വിളിച്ചത്? ദൈവത്തിന് പോലും ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ഇപ്പൊ കുറച്ചായിട്ട് നീ പുറത്തേക്കേ വരുന്നില്ല. ഇനി വന്നാൽ തന്നെ നീ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാ പ്രേമിക്കുന്നത് പിന്നെ ഞാനല്ലേ. കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലേ? നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ ഞങ്ങളെ വലിച്ചിടണ്ട. നീ തന്നെ സിഗ്നൽ കൊടുത്ത് ഞങ്ങളെയും കൂടി വിളിച്ചോണ്ട് വന്ന് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നോ? അതെ, എല്ലാ സിനിമയിലും ഹീറോയും ഹീറോയിനും മരം ചുറ്റുന്നേ. എന്നാൽ ഈ സിനിമയില് ഹീറോയുടെ ചേട്ടനും അനിയത്തിയും ഹീറോയിന്റെ അനിയത്തിയും എല്ലാരും ചുറ്റുന്നുണ്ട്. അത് മരം ചുറ്റുമ്പോ റോഡ് മിസ്സാവാൻ പാടില്ലെന്ന് പറയാനാ. പക്ഷെ ഇതിൽ ഹീറോയുടെ ചേട്ടൻ മാത്രം മിസ്സിംഗ്. എന്റെ പൊന്നു മോളെ, ഇല്ലാത്ത ആൾക്കാരെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താത്ത കുഴപ്പം കൂടെ ഉള്ളൂ. അമൂല്യ, അയ്യോ ചേച്ചി, നിങ്ങളുടെ ചേട്ടൻ ഒരു പുരുഷോത്തമനാ, സർവഗുണ സമ്പന്നനാ, മഹാപുരുഷൻ, ശക്തിമാൻ, സൂപ്പർമാനാ. ഓക്കെയാണോ? നിങ്ങൾ മരം ചുറ്റാൻ പോകുമ്പോ ചെറിയ മരം നോക്കി ചുറ്റണേ. മരം വലുതായി കഴിഞ്ഞാ ഡിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കും. ചുമ്മാ എന്തിനാ നടന്ന് വയ്യാതാവുന്നേ? എന്റെ അളിയാ, അങ്ങനെ ആരും അത്രയ്ക്കൊന്നും കഷ്ടപ്പെടുന്നും വേണ്ട. നിങ്ങളെന്നാ നിങ്ങളുടെ ജോലിയൊക്കെ നോക്കിക്കോ. അരുവി കടന്ന ശേഷം അംബിക വേണ്ടെന്നുള്ള ചൊല്ല് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ചേച്ചി, നമുക്ക് ബാക്കി പൂജകൾ ചെയ്തിട്ട് വരാം. ഞാൻ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് വരാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അമ്പലത്തിന്റെ പുറത്ത് നിന്നങ്ങനെ സിഗരറ്റ് വലിക്കുന്നത് കണ്ട കഴിഞ്ഞു നിങ്ങളുടെ കാര്യം. വിക്കി, ഇപ്പൊ തന്നെ എല്ലാം സംസാരിച്ചോ. പ്രേമിക്കുമ്പോഴുള്ള പെണ്ണായിരിക്കില്ല, കല്യാണം കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഭാര്യയായിരിക്കും. ശരി, നടക്കട്ടെ.